രാഷ്ട്രീയ പ്രാധാന്യം എന്നത് ഒരു വശത്ത്, മറുവശത്ത് ഒരു ചെറുപ്പക്കാരനെ ദാരുണമായി കൊലപാതകം നടത്തി ഏകദേശം 13 വർഷമായി. ആ ചെറുപ്പക്കാരനും ആ കുടുംബത്തിനും നീതി ലഭിക്കണം. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് യൂത്ത് ലീഗിൻ്റെ നേതാവായിരുന്നു. യാതൊരു കാരണവുമില്ലാതെ വിചാരണ ചെയ്ത് നടത്തിയ കൊലപാതകമാണ്. ഇന്ന് സാക്ഷി വിസ്താരം തുടങ്ങുമ്പോൾ 1 മുതൽ 21 വരെയുള്ള സാക്ഷികളെ ജൂൺ 9 വിസ്തരിച്ച് തീർക്കാനാണ് ടൈം ഷെഡ്യൂൾ കൊടുത്തിരിക്കുന്നത്. ഇന്ന് വന്നിരിക്കുന്ന 1-ാം സാക്ഷി സെക്രട്ടറിയ ഐ വിറ്റ്നസ്സാണ്. ഷുക്കൂറിനോടൊപ്പം കുത്തേറ്റ ആളാണ്. സെക്രട്ടറിയുടെ വിചാരണയാണ് ഇന്ന് നടക്കുന്നത് 3 ദിവസം. മുസ്ലിം ലീഗിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കരീം ചേലേരി, ജനറൽ സെക്രട്ടറി സഅദുള്ള, വൈസ് പ്രസിഡന്റ് ലത്തീഫ് സാറ്, അതുപോലെ തന്നെ സെക്രട്ടറിയായ സുബൈർ, അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഞങ്ങളിവിടെ ഉണ്ട്. കാരണം ഇത് വളരെ ഇമോഷണലായ ഇഷ്യൂവാണ്. ഒരു പിഞ്ചു ചെറുപ്പക്കാരനെ ദാരുണമായി കൊന്ന വിഷയമാണ്. വളരെ സീരിയസ് ആയി എടുക്കുകയാണ്. ഇത്രയും വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ട് 13 വർഷമായിട്ടും ആ കുടുംബത്തിന് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ വിചാരണ തുടങ്ങി. അത് അടുത്തടുത്ത ദിവസങ്ങളിൽ തന്നെ ഏകദേശം 83 സാക്ഷികൾ മൊത്തമുണ്ട്. ആദ്യത്തെ 21 പേര്, അതായത് ക്രൈം സീനിലുണ്ടായിരുന്ന 21 പേര്, പ്രൂവ് ചെയ്യേണ്ട 21 സാക്ഷികളുടെ വിചാരണയാണ് നടക്കുന്നത്. പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഗൾഫിലൊക്കെ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അവരെല്ലാം ഇത് ഈ കോടതിയിൽ വന്ന് ഈ സാക്ഷിമൊഴി വ്യക്തമായി പറയും. ഐ വിറ്റ്നസ് ഉള്ള മൊഴിയാണ്. ഗൂഢാലോചനയുടെ ആംഗിളിലേക്കുള്ളത് അടുത്ത സ്റ്റേജിൽ, അതായത് ജൂൺ 9 ശേഷം വരുന്ന വിചാരണ ദിവസങ്ങളിൽ ഗൂഢാലോചനയുടെ കാര്യത്തിലും ഇത് സാക്ഷികൾ എത്തും. എനിക്ക് വലിയ പ്രതീക്ഷയാണ്. കാരണം ഈ 12-13 വർഷത്തിൻ്റെ ഡിലേ എന്ന് പറയുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാ സാക്ഷികളും ഇവിടെ എത്തണം. പലരും പല സ്ഥലത്തായി നിൽക്കുന്നു. അവരൊക്കെ ആ സമയത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ വരുത്തുന്നു. എല്ലാവരും മുസ്ലിം ലീഗ് പാർട്ടി അതിൻ്റെ പിന്നിൽ അടിയുറച്ചു നിൽക്കുകയാണ്. മുസ്ലിം ലീഗ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. ഇതിൻ്റെ ചുമതലയുള്ള ആളാണ്. ആത്തിക്കയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്ന അഭിഭാഷകൻ. ഇവിടെ പറഞ്ഞതുപോലെ MSFൻ്റെ 19 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് അതിനിഷ്ഠൂരമായി കൊല ചെയ്തത്. കഴിഞ്ഞ 13 വർഷമായി ഈ കേസ് വിചാരണക്കെത്തുന്നതിന് വേണ്ടി നിരവധി തടസ്സവാദങ്ങളാണ് പ്രതികൾ ഉന്നയിച്ചത്. ഇതിൽ ഗൂഢാലോചനയിൽ പ്രതികളായിട്ടുള്ള പ്രധാനപ്പെട്ട 2 ആളുകൾ CBI കോടതിയിൽ തന്നെ ഡിസ്ചാർജ് പെറ്റീഷൻ നൽകുകയും അത് കോടതി ഇതിനകം തള്ളുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേസിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് പോകുന്നു. ഇവിടെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായിട്ടുള്ള പ്രശ്നമാണ്. ഒരുപാട് മുസ്ലിം ലീഗ് പ്രവർത്തകന്മാർ കേരളത്തിലുടനീളം CPMൻ്റെ കിരാതമായിട്ടുള്ള ചെയ്തികളുടെ ഫലമായി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും നിഷ്ഠൂരമായിട്ടുള്ള ഒരു കൊല 100-200 ആളുകൾ നോക്കി നിൽക്കെ കീഴറ വയലിൽ വെച്ചാണ്, അതും ഒരു 19 വയസ്സ് പ്രായമുള്ള, ഈ ലോകത്തെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണ പോലും ഇല്ലാത്തൊരു ചെറുപ്പക്കാരെ അതിനിഷ്ഠുരമായി കൊല ചെയ്തു. അതുകൊണ്ട് ഈ കേസിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ഷുക്കൂറിൻ്റെ കുടുംബത്തിനും നീതി കിട്ടുന്നതിന് വേണ്ടിയുള്ള ഏതറ്റം വരെയും പോകാൻ മുസ്ലിം ലീഗ് പ്രതിജ്ഞാബദ്ധമാണ്. സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ സഹായത്തോടു കൂടി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ കൊലയാളികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനും ഷുക്കൂറിൻ്റെ കുടുംബത്തിനും ഷുക്കൂറിനും നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടരും. അതിൽ അന്തിമമായിട്ടുള്ള വിജയം ഞങ്ങൾക്കായിരിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്ക്. തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും സലാം സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ യോഗം ചേർന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ വിഷയത്തിൽ ഒരിക്കലും ഈ കുട്ടിക്ക് നീതി ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഈ കിരാതമായ ക്രൂരകൃത്യം ചെയ്തവരെ ശിക്ഷിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് രാവിലെയും സാദിഖലി തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും സലാം സാഹിബും ഒക്കെ വീട്ടിൽ വിളിച്ചു അന്വേഷണം നടത്തി. അവർ വന്നിരിക്കുന്നു, ഒരുവരുകൾ ഉറപ്പാക്കി, സാക്ഷികൾ വരുന്ന ഉറപ്പാക്കി. ഇനിയുള്ള ദിവസങ്ങളിലും അതിനു വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തി പൂർണ്ണമായി ഇവിടെ തന്നെ എറണാകുളത്ത് തന്നെ 34 ദിവസം നിന്ന് അത് സൂപ്പർവൈസ് ചെയ്യാൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. എങ്ങനെ പറയാൻ സാധിക്കും? പി ജയരാജനെ ആക്രമിച്ചു എന്നതാണ് മോട്ടീവായിട്ടെത്തിക്കുന്നത്. അങ്ങനെ ഒരു ക്രൈം ഉണ്ടായിരുന്നു. അതിനുശേഷം മണിക്കൂറുകൾക്കൊക്കെ നടന്ന കൊലപാതകത്തിൽ ഒരു കോൺസ്പിറസിയിൽ അവിടെ നിന്ന് അതേ ആളുകൾ തന്നെ കൊലപാതക സീനിൽ ഉണ്ടായിരിക്കുന്നു. അതിന് സാക്ഷികൾ, ഇലക്ട്രോണിക് എവിഡൻസസ് എല്ലാം ഉണ്ട്. പിന്നെ ആർക്കും അവരുടെ പ്രതികളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ഡിഫൻസ് പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ഈ സാക്ഷികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു നീതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ നിൽക്കുന്നുണ്ട്.